Good morning to all. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning. Start here. Start with prayer. Start with Okay, ma'am. There shall be showers of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Showers of blessings we need. Mercy drops round us are falling, but for the shores of we plead. There shall be shores of blessing. This is the promise of love. There shall be season refreshing, sent from the Savior above. Shores of blessings we need. Thank you, ma'am. Thought of the day. Good morning, all. എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ച കാണാൻ ശ്രമിക്കുന്നത് അവിടെയാണ് അതിന്റെ മനോഹാരിത. താങ്ക് യു, മാം. Okay, and then ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് അശ്വതി മാമിനെയും എന്റെ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ ഓൾ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇന്ന് ഭയങ്കര സൈലന്റ് ആയിരുന്നല്ലോ ക്ലാസ്. എന്ത് പറ്റി? ഞാൻ വരുന്നതിന് മുന്നേ വലിയ സംസാരമോ ഒന്നും കേട്ടില്ല. മിസ് ആരും ഒന്നും വരുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞു. ഓക്കെ, രേഷ്മ കറി ഉണ്ടാക്കുന്നതാണ്. ഓ, എന്ത് കറിയായിരുന്നു? അങ്ങനല്ലേ പറഞ്ഞേ മാം, അങ്ങനല്ലേ. ഞാനേ ഇന്ന് തോട്ട് ഞാൻ പറയണമെന്ന് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചക്കക്കുരു ചിരണ്ടിക്കൊണ്ടിരിക്കുക, തോട്ടിന് പ്രിപ്പയർ ആയില്ലെന്ന് പറഞ്ഞ അതാ. ഓക്കെ, പിന്നെ എന്തെങ്കിലും വിശേഷം പറയൂ. സുഖമാണ് മിസ്സേ. ഓക്കെ, ക്ലാസ്സിലേക്ക് പോയാലോ? സ്ട്രെങ്ത് കുറവാണല്ലോ. ഇംഗ്ലീഷ് കണ്ടുകൊണ്ട് ഓടിപ്പോയതായിരിക്കും മിസ്സേ. അതെ, എനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാട്ടോ. നമ്മളുണ്ട് മിസ്സേ എപ്പോഴും ക്ലാസ്സിന്, പേടിക്കണ്ട. പിന്നെ അത് മതി. അല്ല പിന്നെ ഒരാളല്ലെങ്കിൽ പോലും ഞാൻ ക്ലാസ് എടുക്കും. എനിക്ക് അങ്ങനെ എടുത്ത് ചരിത്രമുണ്ട് കേട്ടോ. ഒരാൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എത്ര പേരാണെങ്കിലും ഞാൻ ക്ലാസ് എടുത്ത് എനിക്ക് അന്വേഷിക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ ക്ലാസ് കേൾക്കാൻ എന്റെ കൂടെ ഉള്ളത് ഇംഗ്ലീഷ് പഠിക്കാൻ അത്രത്തോളം ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണ്. അതെ, ഒന്നോ ആയിക്കോട്ടെ, രണ്ടുപേരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവര് എന്നെയും ഇംഗ്ലീഷ് പഠിക്കാൻ വന്നവരാണ്. സോ അവരെ ഞാൻ പഠിപ്പിക്കുന്നത്. എത്ര പേരാണെങ്കിലും ശരി. Okay, just wait.
ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രപ്പോസിഷൻ ആയിരുന്നു. പ്രപ്പോസിഷൻ ഇൻ സ്റ്റാർട്ട് ചെയ്താണ് അല്ലെ? നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യാ കറക്റ്റ്. അതുകൊണ്ട് എക്സാമ്പിൾസ് എഴുതത്തുള്ളൂ കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ടൈപ്പ് ചെയ്യാതെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ, ക്ലിയർ ആണോ എന്ന് നോക്കൂ. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അറിയാവുന്ന എക്സാമ്പിൾ ആണോ, വലിയ ഭീകരമായ എക്സാമ്പിൾ ഒന്നുമില്ല. സിമ്പിൾ. ഹി ഈസ് ഇൻ ഫ്രാൻസ്. ഹി ഈസ് ഇൻ ഫ്രാൻസ്. They live in Delhi. They live in Delhi. മിസ് ലീവിന്റെ സ്പെല്ലിംഗ് LIVE ആണോ? Yeah, LIVE. Live. They live in Delhi. They live in. Okay. The first one is he is in France. He is in France. The second one is they live in Delhi. They live in Delhi. They live in Delhi. The third one is it is in my pocket. The pen is in my pocket. The pen is in my pocket. The pen is in my pocket. He is in France. Just wait. He is in France. They live in Delhi. It's the pen is in my pocket. The apples are in the fridge. ആക്ടറിന്റെ സ്പെല്ലിംഗ് ഒന്ന് മിസ്. ആക്ടറിന്റെ സ്പെല്ലിംഗ് ആപ്പിൾ ആണോ? ആപ്പിൾ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ആപ്പിൾ എന്നോ മിസ് പറഞ്ഞേ? The apple. Apples ആണ്, plural ആണ്. The apples. The apples are in the fridge. The apples are in the fridge. The apples are in the fridge. I read it in the newspaper. I read it in the newspaper. എന്നാ പറഞ്ഞ ഒന്നോട് പറയുന്നു, റീഡ് ഇറ്റ് എന്നാണോ? I read it in the newspaper. I read it in the newspaper. I read it in the newspaper. Write the answers in your notebook. Write the answer in your notebook. Answers in notebook. Yeah. Write the answer in your notebook. Write the answer in your notebook. The students are in the classroom. The students are in the classroom. Students are in the classroom. I was born in March 1994. And the miss I was born in March 1994. മനസ്സിലായിട്ടില്ല. I was born. ജനിച്ചത് born. BORN. I was born in March 1994.
We are in the car. We are in the car. She wakes up early in the morning. She wakes up early in the morning. She wakes up early in the morning. She joined our company in August. She joined ചെയ്യാം. She joined our company in August. ഔട്ട് കമ്പനി In ഓഗസ്റ്റ് മാസത്തിലാണ് അവള് നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. She joined our company in August. I will see you in 2 weeks. ലാസ്റ്റ് പറഞ്ഞത് എന്താ? ഷീ വോക്കപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അത് കഴിഞ്ഞിട്ട് She joined, അതായത് ജോയിൻ ചെയ്തു, കമ്പനിയിൽ ജോയിൻ ചെയ്തു. JOINED, joined. She joined our company in August. Okay. Please don't. Sorry, she joined our company in August. The last one is I will see you. ആണോ സി ആണോ? She അവൾ അവളോ അവൻ ആരെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല. I will see you in 2 weeks. I will see you in 2 weeks. I will see you in 2 weeks. Okay? Clear? ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് എക്സാമ്പിൾസ് എങ്ങനെയാണെന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി വെച്ചിട്ട് ഒരു 10 എക്സാമ്പിൾ. എത്ര പോയിന്റ്സ് എടുത്ത് നമ്മുടെ ഓരോ പോയിന്റ്സ് എടുത്ത് എക്സാമ്പിൾ എഴുതാം. മിസ് ടൈപ്പ് ചെയ്യാനാണോ നോട്ടിൽ എഴുതാനാണോ? ടൈപ്പ് ചെയ്യണം. എനിക്ക് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ക്ലിയർ ആവില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ടൈപ്പ് ചെയ്യണം. അങ്ങനെയെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്സ് ഒക്കെ ഇരിക്കുന്നെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 10 എക്സാമ്പിൾസ് ചെയ്ത് എല്ലാവരും ചെയ്യുക. എക്സാമ്പിളിലൂടെ മാത്രമേ പഠിക്കാൻ പറ്റൂ. അതുകൊണ്ട് എക്സാമ്പിൾ ചെയ്യാൻ പറയുമ്പോൾ മടി തോന്നിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ആലോചിക്കുക, നന്നായിട്ട് ആലോചിക്കുക, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക, ആലോചിക്കുക. തിങ്കിങ് പ്രോസസ്സും കുറച്ചുകൂടെ ബെറ്റർ ആണ്, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുള്ള പറ്റും. ഓക്കെ, അതുകൊണ്ട് 10 എക്സാമ്പിൾ ഇന്ന് വെച്ചിട്ടല്ലേ ചെയ്യേണ്ടത് എക്സാമ്പിള്? ഇൻ വെച്ച് മാത്രം. ഓക്കെ, അതില് സെന്റൻസ് വൈസ് മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും, അത് ഷുവർ ആണ്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, ഇൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ അത് മാത്രം ചെക്ക് ചെയ്യാം. 10 ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ചെയ്യട്ടോ. കാരണം ആരൊക്കെയാണ് അയച്ചത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചെക്ക് ചെയ്തോളൂ. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നതോളം ഞാൻ ഇവിടെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. 10 നമ്മൾ ഓരോ പോയിന്റ് ഉണ്ട്. 10 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 10 പോയിന്റ് വെച്ചിട്ട് 10 എക്സാമ്പിൾസ് ഒരുമിച്ച് ടൈപ്പ് ചെയ്യുക, അതിനെ ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ? ഓക്കെ, അതിനുശേഷം മാത്രം ഞാൻ അടുത്ത പോർഷനിലേക്ക് പോകുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ,
മിസ്സേ എഴുതി മിസ്സേ, പക്ഷെ എന്നോട് സെൻഡ് ആക്കി പോയി. പിന്നെ അടുത്ത രണ്ടെണ്ണം എഴുതി. Yeah. Okay, Divya, example, he's works in Germany. He's works in Germany. Germany use ചെയ്ത് ഓക്കെയാണ്, പക്ഷെ സെന്റൻസിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമില്ല, അത് നമുക്ക് സെറ്റ് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടുത്തൊരു the program will start in Monday. മൺഡേയിൽ നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, മിസ്റ്റേക്ക് ആണ് കേട്ടോ അത് പ്രപ്പോസിഷൻ പഠിക്കുമ്പോൾ തന്നെ പ്രപ്പോസിഷൻ വൈസ് വരുന്ന മിസ്റ്റേക്ക് ആണ്. ഒരിക്കലും മൺഡേയിൽ ഇനി യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ ദിവ്യ? മനസ്സിലായോ? പോയിന്റ്സ് നന്നായിട്ട് പഠിക്കൂ കേട്ടോ, എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് നോക്കി വെക്കുക, പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി മിസ്റ്റേക്സ് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ എടുക്കരുത്, ഹേർട്ട് ആകരുത്, കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണേ. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യും കേട്ടോ, ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ചെയ്യും.
ഓക്കെ, ലെൻഷിയുടെ മിസ്റ്റേക്ക് പറയുകയാണെങ്കിൽ ബൈക്കിന്റെ അവിടെ ഇന്നല്ലാണ്ട് യൂസ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സ്മോൾ വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ബൈക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും, പക്ഷേ ബൈക്ക് അല്ല, ബൈക്കിൽ എനിക്ക് പറയില്ല. ഞാൻ പറയാം കേട്ടോ, അത് ചെറിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. നോട്ട്ബുക്കിൽ ആരെങ്കിലും അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, the bird in the tree. അങ്ങനെ പറയുന്നുണ്ടോ? പക്ഷി മരത്തിലാണ്. കേവ് എന്ന് പറയുന്നത് കേവ് കേജു ഓണല്ലേ മരത്തിന്റെ മുകളിൽ. ഞാൻ ഇംഗ്ലീഷിൽ ഭയങ്കര ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത പ്രപ്പോസിഷൻ പറയുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, Both is in the class. Okay. Teacher corrected the preposition in the Google Meet. മിസ് ഇന്നലെ മോക്ക് ടെസ്റ്റ് ഇട്ടിരുന്നല്ലേ? ഇന്ന് കുഴപ്പമില്ല മിസ്സേ, മനസ്സിലാവുന്നോണ്ട് 3 മാർക്ക് കിട്ടി ഞങ്ങൾക്ക്. പിന്നെ മിസ്സേ 3 5-ലല്ലേ, 5-ല് 3 വാങ്ങിന്. മിസ്സേ ഇന്ന് കൊറേ ആൾക്കാർ ഒഴിവാക്കുന്നെല്ലാം പറഞ്ഞിന്, ഫീസ് അടക്കാത്ത ആൾക്കാരെല്ലാം. MITന്റെ ഗ്രൂപ്പിലിട്ടിന്. ഞങ്ങളുടെ ഹെഡ് ഓഫീസ് വേറെ സ്ഥലത്താണ് കേട്ടോ. ഹെഡ് ഓഫീസ് വേറെയാണ്, ടീച്ചേഴ്സിന്റെ ഓഫീസ് വേറെയാണ്, കുറച്ച് സ്റ്റാഫ്സിന്റെ ഓഫീസ് വേറെയാണ്. സോ ഓക്കെ.
അതിനെ കുറിച്ച് അറിയില്ല. പിന്നെ ടീച്ചേഴ്സ് കുറച്ച് വേറെ ഓഫീസിലായതുകൊണ്ട് ക്ലാസിന്റെ കാര്യങ്ങളും ഒക്കെയാണ്. ഗ്രൂപ്പിൽ എന്താ മിസ്സുമാരൊന്നും ആഡ് ആക്കിയിട്ടില്ലല്ലോ. നമ്മളല്ലാതെ സംസാരിക്കുന്നുണ്ടല്ലോ, അത് മതിയല്ലോ അല്ലേ? ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഈ ടെക്സ്റ്റ് ചെയ്യാനുണ്ട് കുറച്ച്. ചെയ്യൂ എല്ലാരും പെട്ടെന്ന് പെട്ടെന്ന്. ചെയ്തവൻ ഇനിയും ചെയ്യണോ മാം? ചെയ്തവര് ചെയ്യണ്ട, എല്ലാരും ചെയ്ത് കഴിഞ്ഞോ? ചെയ്യാത്തവരുണ്ടോ? അത് ചെക്ക് ചെയ്ത് നിങ്ങളൊന്ന്. ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളോട് പറഞ്ഞേ, എനിക്ക് നോക്കാൻ വയ്യ. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യൂട്ടോ. മിസ്സിന് വയ്യാത്തത് ഇന്നലെ മനസ്സിലായിട്ടില്ല, ഇന്ന് മനസ്സിലാവുന്നുണ്ട് തീരെ വയ്യ. തീരെ വയ്യ, ഒന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് ഉത്സവമാണ്. 2 ദിവസം ഉത്സവമുണ്ട്. ഇന്ന് ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ഉത്സവമായിരുന്നു. സോ ഞാൻ അവിടേക്കായിരുന്നു. അവിടെ തെണ്ടിത്തിരിഞ്ഞൊക്കെ നടക്കായിരുന്നു. ഉറങ്ങിയിട്ടില്ല, അതൊരു കാരണം. അല്ലാതെ ഇടയ്ക്ക് പോലെ ഞാൻ പറഞ്ഞു ചെയ്തത് തലവർക്ക് ഉണ്ട്. എനിക്കോട് ഞാൻ കുറച്ച് ഭക്ഷണം മര്യാദക്ക് കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല. മുഖം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അതെ, ഉറക്കം വരുന്നുണ്ട്. സോ ഈ 1 week ആയിട്ട് ആകെ കുറച്ച് സിറ്റുവേഷൻ വളരെ മോശമാണ്. തിരിച്ചു പിടിക്കണം. കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടന്നില്ല. കുറച്ച് മാറിപ്പോയി, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, പിന്നെ ശരിയാവണ്ട എളുപ്പമാനാ. ഈ വീക്ക് കഴിയുമ്പോൾ ഞാൻ പിടിക്കും തിരിച്ച്. പിന്നെ എടുക്കണ്ടല്ലേ പറഞ്ഞു? സീസൺ വരുമ്പോ ഇൻ ദ നൈറ്റ് ചേർക്കണ്ടെന്നല്ലേ പറഞ്ഞത്? സീസൺ വരുമ്പോ ഇന്ന് ചേർക്കണം. നൈറ്റിനെ കുറിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല, അപ്പൊ ചോദിക്കേണ്ട ആവശ്യം. മോർണിംഗ് ഈവനിങ് ആണല്ലേ പറഞ്ഞത്? മോർണിംഗ് ഈവനിങ് ആഫ്റ്റർനൂൺ ആണ് ഇന്ന് പറഞ്ഞത്. ഒരാള് ജനീഷ് ഏതൊരു കുട്ടി എഴുതിയില് ഹീസ് എന്റെ നയറ്റ് കണ്ടു ഞാൻ. ജനീഷ് എഴുതിയിട്ടുണ്ട് എന്റെ നയറ്റ്. ഓക്കെ, ആരൊക്കെയാണ് ടെക്സ്റ്റ് ചെയ്യാത്തതുണ്ടെന്ന് നോക്കിയോ? ആരൊക്കെയാണ് ടെക്സ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ പേര് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുക, ഞാൻ വിളിക്കാം. കാരണം എല്ലാവരും അയക്കും. ക്ലാസ്സിലുള്ളവരൊക്കെ പഠിച്ചിട്ട് മാത്രം പോയാൽ മതി. സ്ലോലി ക്ലാസ് എടുത്താൽ മതി, സ്പീഡിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തത് ഗ്രാമർലി മിസ്റ്റേക്ക് ഉള്ളത് ശരിയുണ്ട്, പക്ഷെ പ്രൊപ്പോസിഷൻ വൈസ് മിസ്റ്റേക്സ് വളരെ കുറവാണ്. കാരണം നിങ്ങൾ പഠിച്ചതിന് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വന്നിട്ടില്ല. ടെൻസ് കൂടെ പഠിക്കുമ്പോൾ ഇപ്പോ നിങ്ങൾ ടൈപ്പ് ചെയ്ത സെന്റൻസ് അത് കറക്റ്റാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പേടിയൊന്നും വേണ്ട കേട്ടോ. പ്രൊപ്പോസിഷൻ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എല്ലാവരും വരുത്തിയിട്ടുണ്ട്. എല്ലാവരും കുറച്ച് പേര് മാത്രം. ഹോസ്പിറ്റലാണ്. ഓക്കെ ബിസ്മിയ. ദെൻ നീ ആരൊക്കെയാണ് ടെക്സ്റ്റ് ചെയ്യാത്തവര് പറയൂ. ചിലരൊക്കെ ഓരോന്നായിട്ട് ഇട്ടേക്കുന്നോണ്ട് എത്ര പേര് ചെയ്തു ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലെ? അതെ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. പറ്റുന്നില്ല. ഞാൻ അപ്പൊ എന്റെ അവസ്ഥ ആലോചിക്കുകയും മാം, ഇന്നത്തെ മോക്ക് ടെസ്റ്റിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹി സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഓർ ബ്യൂട്ടിഫുൾ, അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഓർ ബ്യൂട്ടിഫുൾ, അതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ ബ്യൂട്ടിഫുള്ളി ആണല്ലോ കറക്റ്റ്. ഓക്കെ, അപ്പൊ നോട്ട് ബ്യൂട്ടിഫുൾ. He sings very beautifully or beautiful. Correct beautifully ആണ്. He sings very beautifully എന്നാണ് correct. Why not beautiful? അതിലെന്തായിട്ട് മിസ്റ്റേക്ക് എന്തായിരുന്നു? ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. മിസ്റ്റേക്ക് എന്താ വന്നോന്ന് അറിയില്ല എനിക്ക്. അല്ല, അതിൽ ബ്യൂട്ടിഫുള്ളി രണ്ടാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പൊ ബ്യൂട്ടിഫുൾ റോങ് ആണ്.
എന്താ അതെങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നത്? ഹി സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി ഓർ ബ്യൂട്ടിഫുൾ? ഓ ഓക്കെ ഓക്കെ, അത് ഫ്രേസിൽ വരുന്നതാണോ? അല്ല, ഇന്നലത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു മോക്ക് ടെസ്റ്റില്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്, ഞാൻ ഇപ്പൊ പറയാം, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ലിൻഷി, അതില് മിസ്റ്റേക്ക് അല്ല, അതിൽ ആൻസർ എന്ത് വരും എന്നാണ് ലിൻഷി ചോദിച്ചാല്. ഷി സീംസ് ബ്യൂട്ടിഫുൾ എന്ന് പറയില്ല, കാരണം എപ്പോഴും ആഡ്വേർബ് വരുമ്പോ ഒന്നിലേക്ക് വൈയിൽ അവസാനിക്കും. ബ്യൂട്ടിഫുള്ളി, കെയർഫുള്ളി, നൈസ്ലി, മനസ്സിലായോ? ഓക്കെ അപ്പൊ ആ ഓക്കെ. രീതിയിലായിരിക്കും അവസാനിക്കുക. അപ്പൊ ബ്യൂട്ടിഫുള്ളി ആണ് ആൻസർ. ഓക്കെ, ഓക്കെ. മോക്ക് ടെസ്റ്റ് നമുക്ക് തരും, മോക്ക് ടെസ്റ്റ് അല്ല, എക്സാമിനാണെങ്കിൽ തരുമ്പോ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും ഓപ്ഷനില്. അത് റോങ് ആകാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ അതിൽ ഓപ്ഷൻസ് നോക്കുമ്പോൾ അറിയാം, ബ്യൂട്ടിഫുള്ളി, ബ്യൂട്ടിഫുള്ളി ഒക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ബ്യൂട്ടിഫുൾ എന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് സ്പെല്ലിംഗ് ആയി ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കറക്റ്റ്ലി ഏത് ആൻസർ ആയിരിക്കും പറയാമെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് സെലക്ട് ചെയ്യാം. ബാക്കി ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി ഇടുന്നതാണ്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാതെ എക്സാമിന്. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയത്തില്ല അല്ലെ? വെരി ബ്യൂട്ടിഫുള്ളി അങ്ങനെ. ഓക്കെ, LY വെച്ചിട്ടായിരിക്കും വെരി. ഓപ്ഷനിലുണ്ടോ അങ്ങനെ? ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി എന്ന് പറയാം, അഡ്വേർബ് ആണല്ലോ. അല്ല, ബ്യൂട്ടിഫുൾ വരും. ഓക്കെ, LY വെച്ച് വരുന്നതിന് മാത്രമേ വെരി അങ്ങനെ ആഡ് ചെയ്യത്തുള്ളൂ, അങ്ങനെയാണോ? അല്ലാതെ നമുക്ക് ആഡ് ചെയ്യാം. ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി എന്ന് പറയാം, ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുള്ളി എന്ന് പറയാം. അഡ്വേർബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് LY വെച്ച് അവസാനിപ്പിക്കണം, അതങ്ങനെ തന്നെയാണ്. ഓക്കെ ഓക്കെ. ഷീ സിങ്സ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അതൊരു അങ്ങനെയല്ല ശരിക്കും. അല്ലാതെ നമുക്ക് ഇങ്ങനെ പറയാം, അഡ്ജക്റ്റീവ് വെച്ചിട്ട് പറയാൻ പറ്റും. ഷീസ് ബ്യൂട്ടിഫുൾ, കണ്ടോ വ്യത്യാസം കണ്ടോ? ഷീസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം, ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി, അവൾ മനോഹരമായി പാടി എന്നാ പറയുന്നത്. ഓക്കെ 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 ഓക്കെ, താങ്ക് യു മാം. Then because the beach in the summer, the project starts in February, it's in June.
toward back in the evening, in the morning, in the car. Yeah, and at it. Okay. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്തോ? അഖില ചെയ്താണോ? അഖില, ഞാൻ ചോദിക്കാം, അഖില ചെയ്തോ? ആൽഫിയ മിണ്ടാത്തവർ ചെയ്തിട്ടില്ല എന്ന് അതിനർത്ഥം. സത്യം. ആൽഫിയ ടെക്സ്റ്റ് ചെയ്തോ? റെസ്പോൺസ്. ഭദ്ര ബിസ്മി ഹോസ്പിറ്റലാണ്. ഓക്കെ, ജിറ്റ് ചെയ്താണ്, ദിവ്യ ചെയ്തു. ഫാരിസ ചെയ്തു മാം. ചെയ്തു. ജിനീഷ് ചെയ്തു. ജിൻസി no. Yes, ma'am. Yes, okay. Then she, Mithila, Mufasila. Okay, Riju, Rishma, Shaima, Sefi. So, എന്താണ് പേര്? സുനി, പേരെന്ന് പറയാവോ? അല്ല, സുനിഷ ചെയ്തു മാം. സുനിഷ സുനിഷ. പക്ഷേ പ്രൊഫൈൽ നെയിം എങ്ങനെ? സുനൈഷ എന്നാണോ? മക്കളുടെ പേരായിരിക്കും ചിലപ്പോ ഉണ്ടാവുക. അതെന്താന്ന് എനിക്കറിയില്ല, കാണുന്നില്ല. വിജയ ടെക്സ്റ്റ് ചെയ്തു. 4 പേരെന്ത് ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ പ്രിപ്പോസിഷൻ ഇന്ന് ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് തോന്നുന്നത് ഇനി സെന്റൻസ് ഒക്കെ റീഡ് ചെയ്യാനാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അത് നമുക്ക് മാനേജ് ചെയ്യാം. നമുക്ക് എന്തായാലും ടെൻസ് പഠിക്കും. ആ ടൈമിൽ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു പ്രപ്പോസിഷനിലേക്ക് പോകണോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? എന്താ വേണ്ടേ? മാം, ഇൻ ബൈക്ക് അതിന്റെ എങ്ങനെ ക്ലാരിഫൈ മീൻസ് ഇൻ ബൈക്ക് പറ്റത്തില്ല അല്ലെ? ഐ ട്രാവൽഡ് ഇൻ ബൈക്ക് സ്മോൾ അല്ല. ഇൻ ബൈസൈക്കിൾ ഓക്കെ ആണോ? നോ, ബൈസൈക്കിൾ പറ്റില്ല, ബൈക്ക് പറ്റില്ല, സ്കൂട്ടർ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പൊ സ്മോൾ വെഹിക്കിൾ എന്ന് പറയുന്നത് ഓൾ വെഹിക്കിൾ വിത്ത് കൺഫൈൻഡ് ഓട്ടോ പറ്റുമോ മിസ്സേ? ഓട്ടോ പറ്റും. നമ്മൾ ഓട്ടോനുള്ളിലല്ലേ ഇരിക്കുന്നേ, കാറിനുള്ളിലല്ലേ ഇരിക്കുന്നേ. ബൈക്ക് എങ്ങനെയാണ് ബൈക്കിനുള്ളിലായിരിക്കുക? നോ. ഓക്കെ അങ്ങനെ. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താ ചെയ്യണ്ടേ? ആൽഫിയ ടെക്സ്റ്റ് ചെയ്തു. ഓഫീസിലായിരുന്നോ? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇതിലുണ്ടെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ ഡിയർ, എന്ത് ചെയ്യണ്ടേ? നെക്സ്റ്റ് പ്രപ്പോസിഷൻ കാണാൻ സമയമുണ്ടോ? 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റ് വേണ്ട മിസ്സേ, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്തൊക്കെയാണ് പറയൂ, കേൾക്കട്ടെ കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് മിസ്സിന്റെയും ഞങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒന്നും കൂടി ഉഷാറാവട്ടെ അടുത്ത ക്ലാസ് ആവുമ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞിട്ടില്ലേ മിസ്സിന് വയ്യാത്തോണ്ടൊന്നല്ല, ഇതിങ്ങനെ ഫോണിലൂടെ ഒരു അസുഖം പകരുന്നുണ്ട്. എനക്ക് അങ്ങനെ വന്നിട്ട് ഞാൻ ഇത് ഒരാഴ്ചയായി കഷ്ടപ്പെടുന്നു. നന്നായിട്ട് വെള്ളം കുടിക്കാട്ടെ. എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡീഹൈഡ്രേഷൻ വരാൻ പാടില്ല. നന്നായിട്ട് വെള്ളം കുടിക്കുക എല്ലാവരും. ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രേറ്റഡ് ആയിട്ട് എപ്പോഴും. ഓക്കെ, കുറച്ച് ഞാനിപ്പോ ഹെൽത്തി ആയിട്ട് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്യുമ്പോ അങ്ങനെയാണോ? ചില സമയത്ത് വെച്ചാലോ അല്ലേ? സോ പിന്നെന്തൊക്കെയാണ്? നന്നായിട്ട് പഠിക്കൂ കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചിട്ടാണ് പോകുന്നത്, അത് വേറെ കാര്യം. എന്നാൽ പോലും മറക്കാൻ പാടില്ല. നമ്മളിതെല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. കുറെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഈ പറയുന്ന ഓരോ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. അതേസമയം ഇപ്പൊ അഡ്വേർബ്, അഡ്ജക്റ്റീവ്സ്, ഫ്രേസസ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് കൺഫ്യൂഷൻ ആവുക. കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിലൊരു ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ടൈം ആവട്ടെ, എക്സാമിന്റെ ടൈം ആവട്ടെ, സെറ്റ് ആക്കാൻ നമുക്ക്. എക്സാമിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്.
എക്സാമിനെ കൊണ്ട് ഒരിക്കലും പേടിക്കാൻ പാടില്ല. അതല്ല ഞാനുണ്ടല്ലോ, ആരോടും പറയണ്ടോ, സീക്രട്ട് ആണ്. ഓക്കെ, എന്തോ അതാണ് നമ്മുടെ ധൈര്യം. മാമിന്റെ ഈ വാക്ക് മതി. എന്നാ അറിയാലോ. മാം തലേന്ന് ഫിറ്റ് ഇടിച്ചോന്ന് നോക്കിക്കേ. ഞാൻ എക്സാമിന് വിട്ടി കുറച്ച് ദിവസം മുന്നേ, എക്സാമിന് 2 ദിവസം മുന്നേ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അത് പ്രതീക്ഷിക്കരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങൾ പഠിക്കുന്നുണ്ടെന്നേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ മാമേ? ഈ റെക്കോർഡ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടേ എപ്പോഴായിരിക്കും നമുക്ക് എക്സാം വരുന്നത്? എക്സാം ആണോ? മെയിൻ എക്സാം. മെയിൻ എക്സാം, ടേം എക്സാം പോലും വന്നിട്ടില്ല. ഇനിയിപ്പോ മെയിൻ എക്സാം ജൂലൈയിലായിരിക്കും അല്ലേ? ജൂലൈ ഓഗസ്റ്റ് ആ ടൈമിലായിരിക്കും. ടേം മെയില് ട്രിപ്പ് ഒക്കെ ഉണ്ടേ പോവാനായിട്ട്, വെക്കേഷൻ അല്ലേ. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ഏത് മാസമായിരുന്നു? മോഡ്യൂള് 1ഉം 2ഉം ആണോ? എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും അറിയാം. ഞാൻ ഇംഗ്ലീഷ് ആണല്ലോ, എനിക്ക് നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു 4 മാസം കഴിയുമ്പോഴാണ് ടേം എക്സാം. എക്സാം ഒരു 4-5 മാസം കഴിയുമ്പോൾ വീണ്ടും ഒരു ടേം 2 എക്സാം ഉണ്ട്. അത് കഴിയുമ്പോഴാണ് ഫൈനൽ എക്സാം വരുന്നത്. അതിനിടയിൽ നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ വെക്കും. ഫൈനൽ എക്സാമിന് മുന്നായിട്ട് ഒരു പ്രാക്ടിക്കൽ സെക്ഷൻ വെക്കുന്നുണ്ട്. എക്സാമിന് മുന്നായിട്ടാണെന്ന് തോന്നുന്നു. അതെ, അത് ഇവിടെ നമ്മുടെ ഓഫീസിലായിരിക്കും. വരുന്നവർക്ക് വന്ന് അറ്റൻഡ് ചെയ്യാം. അന്ന് റെക്കോർഡ്സ് ഒക്കെ സൈൻ ചെയ്യുന്ന ചിലപ്പോൾ ഒന്ന് ചെയ്യിക്കാൻ പറ്റും. പിന്നെ എല്ലാവരും റെക്കോർഡ് സൈൻ ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നത് കോൺവെക്കേഷന് വരുമ്പോഴാണ്. എല്ലാവരും റെക്കോർഡ് കൊണ്ടായിട്ടൊക്കെ വരും, സൈൻ ചെയ്തിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. കാരണം ഇംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് ആ കാര്യമൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയാത്തത്. ഓക്കെ, എനിക്ക് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ഇംഗ്ലീഷ് സംസാരിപ്പിക്കാൻ പഠിക്കില്ല നടപടിയാവുന്ന കാര്യം അല്ലെങ്കിൽ പോലും ഞാൻ എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഇത്രയും ക്ലാസ് കൊണ്ട് പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് ഫോൺടിക്സ് എടുക്കണം. എന്റെ പ്രാക്ടിക്കൽ സെഷൻ ഫോൺടിക്സ് ആണ്. ഫോൺടിക്സ് എന്ന് പറഞ്ഞാൽ ഫോൺടിക്സ് എങ്ങനെ വന്നാൽ 2 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. അത് വെക്കുമ്പോഴും ഞാൻ സ്പെഷ്യൽ ക്ലാസ് വെക്കാറ്. ഈ സമയമുണ്ട്, ഒരുപാട് സമയമുണ്ടല്ലോ. അതിനർത്ഥം നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി എന്നാണ്. കോൺടെക്സ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആയി എന്നർത്ഥം. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണോ? ഭയങ്കര ബോറിംഗ്. വേണ്ട മിസ്സേ, വേണ്ട. ഓ, എവിടെയായിരുന്നു മിസ്മയ? എവിടെയാണെന്നാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ്. എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പറയാം. വേണ്ടായിരുന്നു, വേണ്ട മിസ്സേ. അത്രയും സങ്കടം ഉണ്ട്. അതുകൊണ്ടാണല്ലേ കാണാനേ പറ്റണില്ല. എന്തോ ഫേസ് കാണാൻ പറ്റുന്നില്ല. അതായത് നമുക്കിപ്പോ എത്ര ആൾക്കാർ ഇതിലുണ്ട്, 18 others കൊണ്ടില്ലേ, അത് മാമിന്റെ ഫേസിന്റെ മുകളിലാണ് വന്ന് നിൽക്കണത്. ഞാനത് കുറെ നേരം നിൽക്കണത് പറ്റണില്ല. എന്റെ ഫീസ് കാണുമല്ലോ. എന്റെ ഫീസ് കാണുന്നിട്ട് വിഷമോ? എനിക്ക് വയ്യ. ഞാനും ഇന്നലെ നോക്കിയായിരുന്നു, അത് മാറ്റാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ബാച്ചിലെ എത്ര പേരുണ്ടെന്ന് മാമിന് അറിയോ? എത്ര സ്റ്റുഡന്റ്? ബാച്ചില് അറിയില്ല, അന്വേഷിക്കണം. അറിയണമെന്നുണ്ടോ? എനിക്ക് 42 ഉണ്ടായിരുന്നു, പിന്നെ 48 ഉണ്ട്, അങ്ങനെ കണ്ടു. ഇപ്പൊ അതില് അത്രയും ഇരിക്കില്ല, ചിലപ്പോ അതിൽ കൂടുതലുണ്ടാവും. കുറെ പേരൊന്നും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട്. ഒരിക്കൽ 52 കണ്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ടൈമിൽ 52 കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞു വന്നു. ഇപ്പൊ ഏകദേശം ഒരു 25-30. അതെ, അത്രയൊന്നുമില്ല. ഇപ്പൊ ഏകദേശം ഒരു 19. അത് ഇപ്പൊ ഇന്ന് കുറച്ച് കുറവാ. അത്രയേ ഉള്ളൂ. പക്ഷെ ചില ബാച്ചിലൊക്കെ ഇപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു MT8, ഞാൻ പറയില്ലേ, MT8 ബാച്ച്, അവര് അവർക്ക് ഇന്റേൺഷിപ്പ് വന്നപ്പോ മാത്രമാണ് ബാച്ച് സ്റ്റുഡൻസ് കുറഞ്ഞത്. അതുവരെയും അവര് ഫുൾ ഓൺ ആയിരിക്കും ക്ലാസ്സിൽ. അവരെ കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല. നമ്മുടെ ഒരുപാട് പേര് വർക്കിന് പോകുന്നുണ്ട്. പക്ഷെ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോ കിട്ടുന്ന ആ ഒരു എൻജോയ്മെന്റ് വേറെയാണല്ലേ. ലൈവ് ക്ലാസ്സിൽ അങ്ങനെ കിട്ടില്ല. അത് ശരിയാണ്. അത് ബോണ്ടിങ്ങും അടിപൊളി. കാരണം ഇപ്പൊ ഞാനായിട്ട് പോലും നിങ്ങൾ എല്ലാ ടീച്ചേഴ്സ് ആയിട്ട് നിങ്ങൾ കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വന്ന് സംസാരിക്കുമ്പോൾ
ഞങ്ങൾക്ക് നിങ്ങളെ അറിയാൻ പറ്റും. കുറച്ച് പേര് എനിക്ക് അറിയാം, പേര് കൊണ്ട് നിങ്ങൾ അറിയാം. ഷൈമനൊന്നും ഞാൻ ഒരിക്കലും ഓർക്കില്ല. എന്റെ ലൈഫിൽ ഞാൻ ഇതേപോലെ പേര് മാറ്റി ഒരാളെയും ഞാൻ വിളിച്ചിട്ടില്ല. സത്യം, എന്റെ ജീവിതത്തിൽ ഞാൻ വിളിച്ചിട്ടില്ല. എനിക്ക് ഫസ്റ്റത്തെ ഒരു പക്ഷെ മാമാണ് ആദ്യമായിട്ട് ഷൈമാന്ന് ഇതില് പറഞ്ഞത്. അപ്പൊ ഞാൻ സന്തോഷം, ഒരാളെങ്കിലും തെറ്റാണ്ട് ആദ്യമായിട്ട് പറഞ്ഞല്ലോ എന്ന്. പിന്നീട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഷാമാന്നാക്കിയതിന്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ പറ്റാത്തതാണ്. പക്ഷെ ഞാൻ മറക്കില്ല ഇനി ഷൈമ. പറയാൻ പറ്റില്ല. ഞാൻ എന്റെ പേരിനെയും കൊണ്ട് തോറ്റിട്ടിരിക്കണേ. എവിടെ പോലെ ഒരു ബാങ്ക് പോയാൽ ഞാൻ പേര് മാറ്റി കൊടുക്കണം, ഒരു പോസ്റ്റ് ഓഫീസ് പോയാൽ മാറ്റി കൊടുക്കണം. എനിക്ക് എടുത്തു ഒരു ക്ലാസ്സിലടക്കം. പിന്നെ തുടർച്ചയായിട്ട് ഒരേ മാഷുമാരൊക്കെ ടീച്ചേഴ്സിന്റെ ഒക്കെ കണ്ടിട്ട് അവർക്ക് പിന്നെ മനസ്സിലാവാൻ തുടങ്ങി. അല്ലാത്തവരൊക്കെ എന്റെ പേര് മാറി പറയും. മാം MT10 സജ്ജനനെ അറിയോ മാമിനെ? സജ്ജന രണ്ടിലും ഞാനല്ല, ഞാൻ ഇംഗ്ലീഷ് ഞാനല്ലായിരുന്നു. വേറൊരു സാറുണ്ട്, സാറാണ് ഇംഗ്ലീഷിലൊക്കെ. ഞങ്ങൾ മാറി മാറി. മിസ്സസ് സൈനൗട്ട് ഞാൻ പറയേ. ആ ഓ ഓക്കെ, മതിയെന്നാണ് പറയുന്നത്. പറഞ്ഞോളൂ, എന്നെ സൈനോട് പറയൂ. മിസ് വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞോണ്ട് ഞാൻ വെള്ളത്തിനെ കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കാന്ന് വിചാരിച്ചു. ഓ അതാ, ഓക്കെ, അത് ആലോചിക്കായിരുന്നു. പെട്ടെന്നാണ്. അല്ല, കുറച്ച് സമയം എടുക്കും. ഇല്ല പറഞ്ഞു, ഞാൻ പോട്ടെ, ഞാൻ സമയം നോക്കിയില്ല. മിസ്, സ്ത്രീകളും പുരുഷന്മാരും ഒരു ദിവസം കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ആരോഗ്യം നിലനിർത്തുന്നതിലും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിലും വെള്ളം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ 50 മുതൽ 70% വരെ വെള്ളമാണ് അടങ്ങിയിരിക്കുന്നത്. അതിനാൽ വെള്ളത്തിന്റെ കുറവ് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. തിളങ്ങുന്ന ചർമ്മം, മികച്ച ദഹനം, നാഡികളുടെ പ്രവർത്തനം, പേശികളുടെ ആരോഗ്യം, താപനില നിയന്ത്രണം ഇവയെല്ലാം ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നതിന്റെ നേരിട്ടുള്ള ഫലങ്ങളാണ്. ഒരു മുതിർന്ന വ്യക്തിയുടെ ദൈനംദിന ജല ആവശ്യകത സാധാരണയായി 2 മുതൽ 2.5 ലിറ്റർ വരെയാണ്. എന്നാൽ ഇതൊരു ഏകീകൃത ലക്ഷ്യമായി കണക്കാക്കരുത്. താപനില, ശാരീരിക പ്രവർത്തനങ്ങൾ, ശരീരഭാരം, വ്യായാമം, മെഡിക്കൽ അവസ്ഥകൾ ഇവയെല്ലാം ജലത്തിന്റെ ആവശ്യകതയെ മാറ്റുന്ന പ്രധാന ഘടകങ്ങളാണ്. അതിനാൽ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം എന്ന നിലവിലെ സ്ഥിതിയെ ആശ്രയിക്കുന്നതിന് പകരം ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതാണ് നല്ലത്. ദാഹം, ശാരീരിക ശക്തി ഇവയെല്ലാം ശരീരത്തിന് ആവശ്യത്തിന് ജലാംശം ഉണ്ടോ എന്നതിന്റെ നല്ല സൂചകങ്ങളാണ്. ഇവിടെ ഭയങ്കര ഒച്ചപ്പാടാ മിസ്സേ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പറയാന്ന് വിചാരിച്ചാൽ ആകുന്നില്ല. എന്താ ചെയ്യാ, തൽക്കാലം ഇത്ര കൊണ്ട് മിസ്സേ തീരൂല. അടുത്ത ക്ലാസ്സില്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു മിസ്. എന്റെ ഒരു സജഷൻ ആട്ടോ, സൈൻ ഇൻ ആണെങ്കിലും സൈൻ ഔട്ട് ആണെങ്കിലും കുറച്ച് ഹെൽത്ത് ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇഷ്ടമായിരുന്നു കൊള്ളാം. ഓക്കെ, സോ താങ്ക് യു. അത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ വരും, ഇംഗ്ലീഷിൽ പറയണം, അതിനുശേഷം മലയാളത്തിൽ പറയും. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, ma'am. താങ്ക് യു മാം. Thank you. Thank you.